ഹായ് കൂട്ടുകാരെ, എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് ഇസ്രയേലിലെ വേറൊരു ഫുഡുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. വെറൈറ്റി ഫുഡ് ബസാർ ഗുളാഷ് എന്ന്. ഞാൻ ഇസ്രയേലിൽ 1-2 വീഡിയോസ് കിട്ടപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേരൊക്കെ പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്ക് ഇവിടുത്തെ ഫുഡുകൾ ഉണ്ടാക്കാൻ അറിയത്തില്ല, അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ റെസിപ്പികൾ ഇടണേ എന്ന്. അപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് ഇച്ചിരി സമയമുണ്ടായി. അപ്പോൾ സമയം കിട്ടിയപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഫുഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതായത് ബസാർ ഗുളാഷ്. ബസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ അല്ലേ, ബീഫിന് പറയുന്നതാണ്. ബസാർ ഗുളാഷ് ഉണ്ടാക്കുന്നതിനായിട്ട് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ബീഫാണ്. ഇത് കുബിയ ആയിട്ടാണ് കട്ട് ചെയ്യുക, അതായത് ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഇത്ര വലുപ്പത്തിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്നിട്ട് ബസാർ ഗുളാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ കട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഇതാണ് ഏറ്റവും ആദ്യം വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമുക്ക് വേണ്ടുന്നത് നമ്മുടെ സവാള ചെറുതായിട്ട് അരിഞ്ഞത്. സവാളയ്ക്ക് പറയുന്ന പേര് ബത്സാൽ. പിന്നെ നമുക്ക് വേണ്ടുന്നത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിക്ക് ഷൂം എന്നാണ് ഹീബ്രുവിൽ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കേട്ടോ. ഉരുളക്കിഴങ്ങിന് ഇവിടെ പറയുന്ന പേര് തപ്പുവാഹ് അദമ്മ. പിന്നെ വേണ്ടുന്നത് 3 കളറിലുള്ള കാപ്സിക്കം എടുത്തിട്ടുണ്ട്. കാപ്സിക്കത്തിന് ഇവിടെ പൊതുവെ പറയുന്ന പേര് ഗാംബ എന്നാണ്. പിന്നെ പറയും പിൽപ്പൽ അദോം, പിൽപ്പൽ യാറോ, പിൽപ്പൽ സവോ, എങ്ങനെ പറഞ്ഞിട്ടും കളർ വെച്ചിട്ട് ഇവർ എടുക്കാറുണ്ട്. അത് കളറിന് മഞ്ഞ, പച്ച, ചുവപ്പ് എന്നുള്ള കളറുകൾക്ക് അനുസരിച്ചാണ് കളറുകൾ കേട്ടി പറയുന്നത്. പിന്നെ വേണ്ടുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റിന് ഇവിടെ പറയുന്ന പേര് ഗസർ എന്നാണ്. ഇത് ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പൊടി, അതായത് പിന്നെ നമുക്ക് റൈസ് ഫ്ലവറോ അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്താ പറയണേ, മൈദയാണ്. അപ്പോൾ ഇതാണ് മൈദ. മൈദയുടെ ഒരു ഇച്ചിരി വേണം. പിന്നെ വേണ്ടുന്നത് നമുക്ക് സ്വീറ്റ് പപ്രിക്ക, അതായത് നിലവിൽ മധുരമുള്ള മുളക് പൊടിക്ക് അധികം എരിവില്ലാത്ത മുളക് പൊടി, അതാണ് സ്വീറ്റ് പപ്രിക്ക എന്ന് പറയുന്ന. ഇതും വേണം. ഇവരധികം എരിവ് ഉപയോഗിക്കത്തില്ലെന്നറിയാലോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാപ്സിക്കത്തിൻ്റെ തന്നെ പൊടിയാണ് കേട്ടോ. അത് കൂടാതെ നമുക്ക് വേണ്ടുന്നത് പിന്നെ നമ്മുടെ കുരുമുളക് പൊടി. കുരുമുളക് പൊടി അധികം യൂസ് ചെയ്യത്തില്ല, കുറച്ച്. പിന്നെ കുറച്ച് വേണ്ടുന്ന ഒരു ഇച്ചിരി ഉപ്പ്. ഇത്ര സാധനങ്ങളാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത്. പിന്നെ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിൽ ഉപയോഗിക്കും. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബട്ടറും കൂടെ ഇടാറുണ്ട്. ബട്ടർ ഞാൻ എവിടെയോ എടുത്ത് വെച്ചിരുന്നു, നോക്കട്ടെ ഒരു മിനിറ്റ്. അപ്പോഴത്തെ ബട്ടറിന് ഇവിടെ പറയാം ഹേമ എന്നാണ്. ഹേമ വേണം. ഇത് ഉപ്പില്ലാത്തതാണ്. അതുപോലെ തന്നെ പിന്നെ ഒലിവ് ഓയിലിന് ഷെമൻ സായിദ് എന്നാണ് പറയുന്നത്. ഒലിവ് സായിത്താണ്, അപ്പോൾ ഒലിവ് ഓയിൽ ഷെമൻ സായിത്ത്. പിന്നെ ഇടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇവിടെ മറാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി മറാക്കിൻ്റെ പൗഡർ ഇടും. മറാക്ക് ഓഫാണ് ഇത്. കുറച്ച്, ഒരുപാട് ഇടത്തില്ല. വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഇടാണ്ട. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ കോഷർ ഫാമിലികളിൽ പാലുൽപ്പന്നങ്ങൾ ഒന്നും മീറ്റ് ഐറ്റത്തിനോട് കൂട്ടി യോജിക്കത്തില്ല, അവർ ഉപയോഗിക്കത്തില്ല എന്നറിയാലോ. അപ്പോൾ കോഷർ ഫുഡുകൾ ഉണ്ടാക്കുക, കോഷർ ഫാമിലിയിലാണെങ്കിൽ ഈ ബട്ടർ ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം മറന്നുപോയി, വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടിന്നുകളിൽ കിട്ടത്തില്ലേ തക്കാളിയുടെ ചെറിയ ടിന്നുകൾ, തക്കാളി ഇങ്ങനെ അരച്ചത്. അപ്പോൾ ഒന്നുകിൽ തക്കാളി അരച്ചതാക്കുക, അല്ലെങ്കിൽ തൊണ്ടില്ലാതെ എടുത്ത തക്കാളി പുഴുങ്ങി എടുത്താൽ മതി. ഞാൻ എന്താ അങ്ങനെ തൊണ്ട് കളഞ്ഞിട്ട് തക്കാളി പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതിതാ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. തൊലി ഉണ്ടാവരുത് എന്നാണ്, അതും കൂടെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോയാലോ. അപ്പം ഞാൻ എന്താ ഗ്യാസ് കത്തിക്കുകയാണ് കേട്ടോ. ഗ്യാസ് കത്തിച്ചു, നല്ലൊരു പാൻ വെച്ചു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ ഒലിവ് ഓയിലിൻ്റെ കൂടത്തിൽ തന്നെ കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ. കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റായിട്ട് വരണം. വലിയ ചൂടിലൊന്നും ഇടണ്ട, ചൂട് കുറച്ചിട്ട്, അല്ലെങ്കിൽ ബട്ടർ ചിലപ്പോൾ കരിഞ്ഞു പോകും.
കേട്ടോ. അപ്പോൾ ചെറിയ ചൂട് ഇതാക്കിയിട്ട് അതൊന്ന് ഉരുക്കി വരട്ടെ. ബട്ടർ ഉരുകി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ സവാള ജസ്റ്റ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് സവാള ഒന്ന് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ സവാള ഇങ്ങനെ ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നിലവിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ഇതായി വരുമ്പോൾ നമുക്ക് നമ്മുടെ എന്താണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഗുലാഷ് ഇട്ട് കൊടുക്കാം. ഗുലാഷിനുള്ള ബസാറ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ബീഫ് ജസ്റ്റ് ഇട്ട് അതൊന്ന് ചെറുതായിട്ട് ഒരു 2 മിനിറ്റ് കുക്കാവണം. 2 മിനിറ്റ് ഒന്ന് കുക്കായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ പൊടിവർഗ്ഗങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കുക്കായി വരട്ടെ. അപ്പം നമ്മുടെ ബീഫ് ചെറുതായിട്ട് ഇതായി വന്നിട്ടുണ്ട്. അപ്പം എന്താ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇവർ വളരെ കുറച്ച് മാത്രം ഉപ്പ് ഇടാറുള്ളൂ. പിന്നെ എനിക്ക് ഇച്ചിരി ഉപ്പ് വേണ്ടത് കൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ ഉപ്പ് ഇട്ടു കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. പിന്നെ നമുക്ക് ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വീറ്റ് പപ്പറിക്ക ഇച്ചിരി ഇട്ട് കൊടുക്കാം. എനിക്ക് കൈക്കണക്കാണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഒന്നും അളവൊന്നും ഇങ്ങനെ ഞാൻ സ്പൂണ് കണക്കാക്കി അളവൊന്നും എടുക്കാത്തത് കൊണ്ടാണ്. ഇതെല്ലാം എനിക്ക് സ്പൂണിൻ്റെ അളവൊന്നും പറയാൻ അറിയത്തില്ല. അപ്പം അതിനാവശ്യത്തിന് വേണ്ടത് അങ്ങോട്ട് ഇച്ചിരി ഇട്ടോളുക. എനിക്കാണെങ്കിൽ ശരിക്കും ഈ കൈക്കളവാണ്. പിന്നെ ഇച്ചിരി എന്താ പറയുക, നമ്മുടെ കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുക. അതൊന്ന് ശരിക്കും ഇതായിട്ട് വരുമ്പോൾ ഒന്ന് വെന്ത് ചെറുതായിട്ടൊന്ന് ഇതാക്കി വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് കഴിക്കുന്നവർക്കാണെങ്കിൽ എരിവ് വേണമെങ്കിൽ ഇതിനകത്തേക്ക് നമ്മുടെ മുളക് പൊടി ഇച്ചിരി ആഡ് ചെയ്യുക കേട്ടോ. വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇനി ഇതിനകത്തേക്ക് ഇടേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു പൊടി ഇച്ചിരി ഇടണം എന്നുള്ളത്. ഇതാ ഒരു കുറച്ച് മൈദ ഇടുക കേട്ടോ. ലേശം ഒരുപാടൊന്നും ഇടരുത്. ഒരിച്ചിരി മൈദാപ്പൊടി അതിനകത്തേക്ക് ഇട്ടു. ഓക്കെ, എല്ലാവർക്കും അറിയാമല്ലോ ഇവർ അങ്ങനെ അധികം മസാലകളൊന്നും ഉപയോഗിക്കത്തില്ല എന്നുള്ളത്. ഇപ്പോഴാണ് നമ്മുടെ തക്കാളിയുടെ ഒന്നുകിൽ ആ തക്കാളിയുടെ പിന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ടിന്നിൽ വാങ്ങാൻ കിട്ടുന്നില്ലേ, അത് ഇട്ടാൽ മതി. ഈ തക്കാളിക്ക് പറയുന്ന പേരെന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല. അഗ്വാനിയ എന്നാണ് കേട്ടോ തക്കാളിക്ക് പറയുന്നത്. അഗ്വാനിയ. ഓക്കെ, അപ്പോൾ അതൊന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് എന്താ പറയുക ഒന്ന് ഇതായി വരട്ടെ. ഇതിനകത്തേക്ക് ഇടന്നിട്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് തക്കാളിയും കൂടെ സെറ്റായിട്ട് വരുമ്പോഴത്തേനും ലേശം മറാക്കിൻ്റെ പൊടി, മറാക്ക് ഓഫ് ഇച്ചിരി ഇട്ട് കൊടുക്കുക കേട്ടോ. അത് മറാക്ക് ഓഫ് ലേശം ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇടണ്ട, ഇതിന് ഇച്ചിരി ഉപ്പൊക്കെ ഉള്ളതാണ്. അപ്പം നോക്കിയിട്ടൊക്കെ ഇടണേ, കുറച്ചിട്ടാൽ മതിയേ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം, ഇച്ചിരി തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വേണ്ട, ഒരു കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് വെക്കുക. എന്നിട്ട് ഇത് വേവാനായിട്ട് വെക്കണം കേട്ടോ. പിന്നെ നമുക്കിതിനകത്തേക്ക് ഇനി നമ്മുടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഏറ്റവും അവസാനമാണ് കേട്ടോ നമ്മളിത് പാകമായി സെറ്റായി വന്നതിന് ശേഷമാണ് കാപ്സിക്കം ഇട്ട് കൊടുക്കേണ്ടതുള്ളത്. ഇപ്പം നമുക്ക് ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊരു നമുക്ക് വേവാനായിട്ട് വെച്ച് കൊടുക്കാം. ഒരു ഇറച്ചി വേവുന്നത് വരെ ഒരു 10-20 മിനിറ്റ്. ഇവിടുത്തെ ബീഫ് വേകാനായിട്ട് അധികം താമസമൊന്നും ഇല്ലയെന്ന് അറിയാമല്ലോ. എന്തായാലും വേവട്ടെ കേട്ടോ. അപ്പോൾ കാപ്സിക്കം ഇട്ടത് കാണിക്കാൻ മറന്നുപോയി. എന്നിരുന്നാലും നമ്മുടെ ഗുലാഷ് ഇതാ സെറ്റായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ, അടിപൊളി. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക.